എൻ്റെ പേര് ജോബി പറളിക്കുന്ന്, വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ഭൂതോച്ചാടന വസ്തുക്കളിൽ നിന്ന് കിട്ടിയ സാക്ഷ്യം പറയാനാണ് ഞാൻ വരുന്നത്. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് രാത്രിയിൽ അടുക്കളയിൽ കടന്നു കഴിഞ്ഞിട്ട് പിന്നീട് അടുക്കള പോയി തുറന്നു കഴിഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പാറ്റയും പല്ലിയും ചറപറാന്ന് പറഞ്ഞ് ഓടുന്ന ഒരു അനുഭവമായിരുന്നു. അത്രയ്ക്ക് പാറ്റയും പല്ലിയും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ ബെഞ്ചിരിച്ച കല്ലുപ്പും ആനാമ്പള്ളവും വിശ്വാസപ്രമാണം തല്ലി പ്രാർത്ഥിച്ച് എറിഞ്ഞതിൻ്റെ ഫലമായിട്ട് പാറ്റയും പല്ലിയും വീട്ടിൽ നിന്ന് എത്ര വർഷമായിട്ടുള്ളൊരു പേടിയായിരുന്നു? ഒരു വർഷത്തോളം ആയി. അത് വിടുതൽ കിട്ടിയിട്ടുണ്ട്. എത്ര വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു? വീട്ടിൽ താമസിക്കുന്ന കാലം മുതലേ ഉണ്ടായിരുന്നു. നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ, എന്തൊരു അവസ്ഥയല്ലേ പാറ്റയും പല്ലിയും ശല്യങ്ങള്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. അതുപോലെ എനിക്കും വൈകുന്നേരം കുളി കഴിഞ്ഞാൽ അപ്പം ശരീരം തടഞ്ഞു കൊടുക്കും. നിരന്തരം മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചാൽ മാത്രം കുറയും. അത് അത്ഭുത ജപമാല കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടുപേർക്കും അത് സൗഖ്യപ്പെട്ടു. മൂന്നാമത്തെ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ വിഷ്ണുസഞ്ചിയിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് സർജറി ചെയ്യാൻ പേടിയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓയിൽ തട്ടി പ്രാർത്ഥിച്ചപ്പോൾ തനിയെ പൊട്ടിപ്പോയി. പിന്നെ അത് ഉണങ്ങാനുള്ള മരുന്ന് മാത്രമേ ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങേണ്ടി വന്നുള്ളൂ. നാലാമത്തെ ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ കൃഷിസ്ഥലത്ത് ഒരു ബോർവെൽ കുഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ വന്ന് ഈ പ്രാർത്ഥന സഹായം എഴുതിയിട്ട് കഴിഞ്ഞ അപ്പോൾ ശാസ്ത്രീയമായി സ്ഥാനം കണ്ടൊരു അദ്ദേഹമാണ് പറഞ്ഞത് 250 അടിക്കേ വെള്ളം കിട്ടുകയുള്ളൂ, ഒരു 400 അടിയെങ്കിലും കുഴിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പ്രാർത്ഥിച്ച് ഫലമായി കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ബോറ് കുഴിച്ചു. 70 അടിക്ക് പാറ കണ്ടു, 80 അടിക്ക് വെള്ളം കണ്ടു. ഇഷ്ടംപോലെ സമൃദ്ധമായ വെള്ളം. ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ പിതാവിനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത അവസാനത്തെ സാക്ഷി.